ജ്യോതിക, അങ്ങനെ വാഹനപ്രേമികൾക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത എത്തിയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സർക്കാർ അധികാരത്തിലെത്തുന്നത്. അപ്പോൾ CM മോഡിഫിക്കേഷൻ അനുവദിക്കൂ എന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് ശേഷമാണ് പൂക്കി CM എന്ന എക്സ്പ്രഷൻ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ വരുന്നൊരു വാർത്തയനുസരിച്ച് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനത്തെ സർക്കാർ അനുകൂലിച്ചിരിക്കുകയാണ്. തീരുമാനം മറ്റൊന്നുമല്ല, ഇഷ്ടമുള്ള കളർ ഇനി ബസ്സുകൾക്ക് അടിക്കാമെന്നാണ് അല്ലേ. തീർച്ചയായും ടൂറിസ്റ്റ് ബസ്സുകൾ ഇനി ആകുമോ നോക്കാം. എന്തായാലും ഉത്തരവ് കൂടി ഇറങ്ങാൻ ബാക്കിയുണ്ട്. പക്ഷെ ഇത് ബസ് പ്രേമികൾക്ക് വളരെ ഒരു ആഘോഷമായൊരു സംഭവമാണ് അല്ലേ. നമ്മളെ സെലിബ്രിറ്റി ഫാൻസ് ഒക്കെ പോലെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഒരു ഫാൻ ബേസ് പ്രത്യേകമുണ്ട് അല്ലേ. അതെ അതെ. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുന്ന കുട്ടികളും ഈ ബസ്സുകൾ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ രീതിയിൽ ജാഗ്രത പുലർത്താറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള പാട്ടും എല്ലാ സിസ്റ്റത്തിനുമുള്ള അനുയോജിച്ച ടൂറിസ്റ്റ് ബസ്സുകൾ തിരഞ്ഞെടുക്കുന്ന കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇനി വെള്ള ബസ്സുകളിൽ നിന്ന് മാറി കളർഫുള്ളായിട്ടുള്ള ബസ്സുകളിൽ ഇനി സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഒക്കെ യാത്ര ചെയ്യാമെന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം, മോഡിഫിക്കേഷൻ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. അതുകൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ വെള്ള പെയിൻറ് മാത്രമേ അടിക്കാവൂ എന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു തീരുമാനമുണ്ടായിരുന്നു. ഇത് ശാസ്ത്രീയപരമായി നോക്കുമ്പോൾ ശരിയാണോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ശാസ്ത്രീയപരമായിട്ട് വെള്ളം മാത്രം അടിച്ചത് കൊണ്ട് അപകടങ്ങൾ അതിനുശേഷവും ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറെ പേര് ചോദ്യം ഉന്നയിച്ചിരുന്നു, എന്തുകൊണ്ട് അന്ന് വെള്ള പെയിന്റ് അടിച്ചാൽ അപകടങ്ങൾ കുറയുമെന്ന് പറഞ്ഞിട്ടും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരൊക്കെ ഒരുപാട് പേര് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ. അപ്പോൾ ഇനി എന്തായാലും ബസ് പ്രേമികൾക്ക് ഒരു സന്തോഷകരമായ വാർത്തയാണ്. അതിൽ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, 2022 ഒക്ടോബർ മാസത്തിൽ വടക്കഞ്ചേരി ബസ് അപകടത്തിൽ 5 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മരണപ്പെട്ട വാർത്തയാണ്. അതിനുശേഷമാണ് ഈ വെള്ള നിറം നിർബന്ധമാക്കി സർക്കാർ തീരുമാനമിറക്കുന്നത്. അത് ഈ സെലിബ്രിറ്റീസിൻ്റെയും മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ ഗ്രാഫിക്സ് ഒക്കെ ഇതിൽ ബസ്സുകളിൽ വരുമ്പോൾ കൂടുതൽ അപകടം വരുത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഗതാഗത വകുപ്പ് അന്ന് ആ തീരുമാനം എടുക്കേണ്ടതിന് പകരം കുറച്ചും കൂടെ ജാഗ്രതാപൂർണമായിട്ട് ഒരു ശാസ്ത്രീയമായ തീരുമാനമായിരുന്നില്ലേ. കേരളത്തിന് പുറമേ ഉള്ള ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ള നിറമില്ല. അവിടുത്തെ അപകടവും ഇവിടുത്തെ അപകടമെല്ലാം ഒന്ന് താരതമ്യം ചെയ്യുന്നതും വളരെ നല്ലൊരു കാര്യമായിരുന്നു. ഇപ്പം ഇനി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കളർഫുൾ ബസ്സുകളിൽ ഈ സഞ്ചരിക്കാം എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു വസ്തുതയാണെന്നിരിക്കെ റോഡ് സ്സുരക്ഷയെ മുൻനിർത്തി മറ്റ് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഗതാഗത വകുപ്പിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള മറ്റ് പ്രധാനപ്പെട്ടൊരു വസ്തുത. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പോകുന്നൊരു പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷയിൽ ഇനിയും കുറച്ച് മാനദണ്ഡങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ അപകടങ്ങൾ നന്നായി കുറയ്ക്കണം. AI ക്യാമറ പോലെയുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചു. പേടിച്ച് ഹെൽമെറ്റ് ധരിക്കുന്ന ഇരുചക്ര വാഹനക്കാരുണ്ട്. അങ്ങനെ ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ കാര്യത്തിലും നമുക്കൊരു മാനദണ്ഡം ഇനിയും വെക്കേണ്ടതുണ്ട്. ഈ നിരവധി ജീവനുകളാണ് ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് പൊലിഞ്ഞു പോകുന്നത്. അപ്പോൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ്. അത്തരത്തിൽ ഒരു നിയമം സ്വീകരിച്ചുകൊണ്ട് നമുക്കിതിനെ തടയിടാനായിട്ട് സാധിക്കില്ലേ? തീർച്ചയായും അത്തരം നിയമങ്ങളും മറ്റും ഒന്നുകൂടി അതിൻ്റെ ഉള്ള സാധ്യത പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം എന്നുള്ളത്, അന്ന് പെട്ടെന്നായിരുന്നു ഈ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. വെള്ള പെയിൻറ് അല്ലെങ്കിൽ ഒരു ഏകീകൃത ഒരു യൂണിഫോമിറ്റി ഇതിൽ കൊണ്ടുവരിക എന്നുള്ളത്. അത് ഇത്തരം ബസ് പെയിൻറ് പണിക്കാരെ ബാധിച്ചിരുന്നു. അന്ന് അതൊരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന കാര്യങ്ങളായിരുന്നു. അതായത് ഒരുപാട് പെയിൻറ്റുകൾ വാങ്ങി വെച്ച പണിക്കാർ അവർ ചോദിക്കുകയാണ് ഇനി എന്ത് ചെയ്യും. കൂടാതെ പ്രൈവറ്റ് ബസ്സുകളിലും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നു. നീല, പിങ്ക്, പച്ച തുടങ്ങി ആ കളർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നിത് വന്നപ്പോൾ കൂടുതൽ കളറുകൾ വാങ്ങി വെച്ചവർക്ക് അതൊരു വലിയൊരു അടി കിട്ടിയതുപോലെ തന്നെയാണ്. അതുപോലെ ബസ്സുകൾ ഇപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗ്രാഫിക്സ് ഉൾപ്പെടെ സ്റ്റിക്കറുകൾ പതിക്കുന്നത് വലിയ രീതിയിലുള്ള ചെലവ് വരുന്നുണ്ട്. അതാണ് ഈ പറയുന്ന ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്. പക്ഷെ കണക്ക് നിരത്തി സംസാരിക്കുമ്പോൾ ഈ അപകടങ്ങളിൽ കുറവൊന്നും വലിയ രീതിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് പൂർണ്ണമായും ബസ്സുകൾക്ക് വെള്ള നിറം എന്നുള്ളത് ഒരു തെറ്റായൊരു തീരുമാനമായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കും.
അതെ, അതുകൊണ്ടായിരിക്കാം അത് വീണ്ടും പുനർപരിശോധിച്ചിട്ടുണ്ടാകാം. കൂടാതെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ മോഡിഫിക്കേഷൻ യുവജനങ്ങൾ വല്ലാതെ ഏറ്റെടുത്ത ഒന്ന് തന്നെയായിരുന്നു. പക്ഷെ മോഡിഫിക്കേഷൻ സംബന്ധിച്ച് ആദ്യമായിട്ട് ഒരു തീരുമാനമെടുക്കുന്ന പശ്ചാത്തലത്തിൽ വളരെ ചുരുങ്ങിയ മോഡിഫിക്കേഷൻ അനുവദനീയമായിരുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. അപ്പോൾ യുവാക്കൾ ഉൾപ്പെടെ അതിനെതിരെ തിരിയുന്നൊരു പശ്ചാത്തലം. നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ പറയുമ്പോഴും നമ്മുടെ ജീവൻ സുരക്ഷ അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മൾ എല്ലാത്തിലുപരി നമുക്ക് ജീവന് ഭീഷണിയാകരുത് എന്ന കാര്യം തന്നെയാണ് മുൻനിർത്തേണ്ടതും. ഇനി ഈ വാഹനങ്ങൾ പല കളറായി മുന്നോട്ട് പോകുമ്പോഴും ഇതേ കാര്യം കൂടെ നമ്മളൊന്നും കൂടെ പുനഃപരിശോധിക്കണം. അതായത് മുന്നേ ഉണ്ടായിരുന്ന അപകടവും ഇപ്പോഴുണ്ടായിരുന്ന അപകടങ്ങളും നമ്മൾ താരതമ്യം ചെയ്യപ്പെടണം. എന്നിട്ട് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വർധനവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഏത് രീതിയിൽ കുറയ്ക്കാമെന്ന് ശാസ്ത്രീയമായി കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഗതാഗത വകുപ്പിനെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല. വിദഗ്ധ സമിതിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. കൃഷ്ണേന്ദു ഇവിടെ സുരക്ഷ മുൻനിർത്തിയുള്ള വാദങ്ങൾ നോക്കുകയാണെങ്കിൽ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരം കളർഫുൾ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ ഇങ്ങനെ കളർഫുള്ളും ഇതൊക്കെ ആകുമ്പോൾ ഡ്രൈവറുടെ ശ്രദ്ധ അതിലോട്ട് തിരിഞ്ഞു പോകുമെന്നുള്ളതായിരുന്നു ഒരു കാര്യമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് നിയമവിരുദ്ധ ലൈറ്റുകളും സൗണ്ട് സിസ്റ്റമൊക്കെ ഒക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. ചില ടൂറിസ്റ്റ് ബസ്സുകൾ പോകുമ്പോൾ ആ നാട് മുഴുവൻ അങ്ങ് പ്രകമ്പനം കൊള്ളുന്ന ഒരവസ്ഥ. ഇതിനിടെ ഒരു സോഷ്യൽ മീഡിയയിൽ ചർച്ച കൂടിയായിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഇത്തരം വലിയ ശബ്ദങ്ങളിൽ പോകുമ്പോൾ റോഡ് സൈഡിലുള്ള വീടുകൾക്ക് അത് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് ഒരു റീലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇതിനൊരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നതായിരുന്നു അന്ന് കണ്ടിരുന്ന മറ്റൊരു കാര്യം. എല്ലാത്തിനും ഒരു വെള്ള നിറം കൊടുക്കുമ്പോൾ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവുകയാണ്. ഇത് ടൂറിസ്റ്റ് ബസ്സാണെന്ന് പെട്ടെന്ന് നമുക്ക് എവിടുന്നെങ്കിലും ഒന്ന് മിന്നി മറിഞ്ഞു പോകുമ്പോൾ മനസ്സിലാകാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇതിനെതിരെ ഒരുപാട് നമ്മൾ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് ബസ് ആരാധകരുണ്ട്. അതൊരു നാണയത്തിനൊരു വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ സുരക്ഷ മുൻനിർത്തി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, അതുപോലെ തന്നെ ആരാധകരുടെ ഒരു പക്ഷത്ത് നോക്കുമ്പോൾ അവർ കളർഫുള്ളായിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകളാണ്. അതിന് പ്രധാനമായിട്ടും നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു ദിവസത്തെ റിലാക്സ് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ ഒട്ടും ഒച്ചയില്ലാത്ത അല്ലേ, ഒന്ന് പാട്ട് പാടാനോ തുള്ളാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ പോകുന്ന യുവാക്കളെ സംബന്ധിച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് ഏറ്റവും മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഉടമസ്ഥതയിൽ പറയണത് ഇതൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. ആരുടെ ടൂറിസ്റ്റ് ബസ്സാണ് ഏറ്റവും നന്നായി അലങ്കരിച്ച് പാട്ടുകൾ, സൗണ്ട് സിസ്റ്റം, ലൈറ്റ് സിസ്റ്റം, ഇത്തരം ആവശ്യങ്ങളൊക്കെ ഇത്തരം സജ്ജീകരണങ്ങളൊക്കെ ആവശ്യക്കാരെ ആകർഷിക്കുന്നതാണ്. പ്രത്യേകിച്ച് യുവാക്കൾ അല്ലെങ്കിൽ ടൂറ് പോകുന്ന വിദ്യാർത്ഥികൾ, അവർക്കൊക്കെ ബസ്സിനോടൊരു പ്രത്യേക പ്രിയം തന്നെയാണ്. ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അശാസ്ത്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് ചക്കയെ ശേഖരിച്ചുകൊണ്ട് കാട്ടാനയെ തുരത്താനായിട്ടുള്ള തീരുമാനമെടുത്തു. ആ സമയത്ത് CPM ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇത് അശാസ്ത്രീയമായിട്ടുള്ളൊരു തീരുമാനമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന വെള്ള നിറമടിക്കുന്നതിൽ എത്രത്തോളം അശാസ്ത്രീയതയുണ്ട് എന്നുള്ള കാര്യത്തിൽ അവരന്ന് അത്ര ചർച്ച ചെയ്തിരുന്നില്ല, കാര്യം അത്ര ഗൗരവത്തിൽ എടുത്തിരുന്നില്ല എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി എന്താണെങ്കിലും കളർഫുള്ളായ തങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമാ നടന്മാരുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഫോട്ടോഗ്രാഫിക്സ് എല്ലാം പതിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റ് ബസ് നിരത്തിലേക്ക് ഇറങ്ങുന്നത് ടൂറിസ്റ്റ് ബസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഇനി സർക്കാർ ഏത് തരത്തിലാണ് ഉത്തരവ് ഇനി പുറത്തേക്ക് ഇറക്കുക എന്നുള്ളത് വരും നിമിഷങ്ങൾക്കകത്ത് നമുക്ക് കാണാനായിട്ടും സാധിക്കും. കൂടാതെ അന്നത്തെ കാലത്ത് പെട്ടെന്നായിരുന്നു ഈ ഒരു മാറ്റം. കാരണം ഉടമസ്ഥർക്ക് അതൊരു വലിയ നഷ്ടവുമായിരുന്നു. കാരണം പെട്ടെന്നായിരുന്നു ഇത് വെള്ള നിറത്തിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് പുതിയ പെയിൻ്റ് അടിച്ചവർക്കൊക്കെ അതൊരു തിരിച്ചടിയായിരുന്നു. പെട്ടെന്ന് മാറുമ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും. ഇനി വീണ്ടും ഗ്രാഫിക്സ് അതൊക്കെ ഇനി ചിന്തിക്കണം, അതിനെപ്പറ്റി ചെയ്യണം കൂടുതൽ. എന്തായാലും ബസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ വാർത്തയാണിത്.